So, in the last class, we are discussing the poem Stonemasons, My Father and Me, poem by Namdeo Laxman. So, in the poem, we saw that it is a poem on stonemasons, or stonemasons belong to a Vadri caste, that is a caste which is backward in Indian society. So, what kind of a life are they living? The poet is trying to depict the life of the untouchables or the marginalized people, even though they make the beautiful art in this world. The people who make it are not really regarded as that beautiful, or not even considered as equal to that of human beings. Instead, they are being marginalized, or they are being kept aside by the elite class people, or the people who belong to upper caste. So, in the first class, we discussed the first two stanzas. Now we are going to the third stanza, that is stonemasons inseminate stones. I count exhausted horses. I harness myself to a cart. I handle my father's corpse. I burn. So, here he says that stonemasons inseminate. That is inseminate meaning they are infusing new life into stones അല്ലേ. അതായത് സ്റ്റോൺസ് സ്വയം എന്താണ് മറ്റൊരു രൂപത്തിലേക്കായി മാറുകയല്ല, ബട്ട് ഇൻസ്റ്റെഡ് സ്റ്റോൺ മേസൺസ് ആർ ക്രിയേറ്റിംഗ് ഇൻ ടു ബ്യൂട്ടിഫുൾ സ്ക്രിപ്ചേഴ്സ്, അല്ലെങ്കിൽ എന്താ ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്സ്, സ്കൾപ്ചേഴ്സ്, അങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നതാണ്. they are infusing, they are giving life, like a person or an animal give birth to its own kind. എങ്ങനെയാണോ പുതിയൊരു ജന്മം നൽകുന്നത്, അതിപ്പോൾ മനുഷ്യരാണെങ്കിലും അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലും ഒരു പുതിയ ഒരു ജീവൻ നൽകുന്നത്, അതേപോലെ ഇവിടെ ആരാണ് കല്ലിനൊരു പുതിയ ജന്മം, അല്ലെങ്കിൽ കല്ലിൽ നിന്ന് പുതിയൊരു ജന്മത്തെ എന്താ സൃഷ്ടിക്കുന്നത് ആരാണ്? ഈ സ്റ്റോൺ മേസൺസ് ആണ്. ദേ ഇൻഫ്യൂസ് ന്യൂ ലൈഫ് ഇൻ ടു സ്റ്റോൺസ്. And he says, I count exhausted horses. As he goes by, he counts the exhausted horses. And now he gets onto a cart. And he carries his father's corpse. He seems to burn. His father has left. That is, corpse means a dead body. So, he's saying that his father is no more. As he sees the figurines, or as he passes by, as he smokes the cheroot, nothing comes out of them. And then, as this person passes by each and every place, he can see the creation that his father has ഇറക്റ്റഡ്. അത്തരത്തിലുള്ള സൃഷ്ടികൾക്ക് മുന്നിലൂടെയാണ്. ഒരുപക്ഷെ നമ്മളാണ് അതിൻ്റെ മുന്നിലൂടെ പോകുന്നതെങ്കിൽ നമ്മളെന്താണ് ആ ഒരു മാസ്മരികമായ ഒരു സൃഷ്ടിക്ക് മുന്നിൽ നമ്മൾ എന്താണ് മനം മയക്കുന്ന ഒരു സൃഷ്ടിക്ക് മുന്നിൽ എന്താണ് കണ്ണും തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ അത്രയ്ക്കും അതിനെ എന്തായിരിക്കും അഡ്മയർ ചെയ്തുകൊണ്ട് അതിനെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പം SM സ്ട്രീറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ക്രിപ്ചേഴ്സും ഓരോ ഷേപ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിനെ അഡ്മയർ ചെയ്യുക, അല്ലേ? അതെത്രമാത്രം മനോഹരമാണെന്ന് നമ്മൾ വർണ്ണിക്കാൻ വേണ്ടി നിൽക്കും. പക്ഷേ ഇവിടെ ദിസ് പേഴ്സൺ എന്താണ് അദ്ദേഹം ഓരോന്ന് കടന്ന് പോകുന്നത് വഴി, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ആസ് ഹി സ്മോക്ക് ദ ഷെറൂട്ട്, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹീസ് നോട്ട് ഏബിൾ ടു എൻജോയ് എനിത്തിങ്, ബട്ട് ഇൻസ്റ്റെഡ് വാട്ട് കംസ് ഔട്ട് ഓഫ് ദം, ഈ ഷെറൂട്ടൊക്കെ വലിക്കുന്ന സമയത്താണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പുറത്തേക്ക് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പെയിൻഫുൾ മെമ്മറീസ് ഓഫ് എവറി ഡേയ്സ് ലെഡ് ലേബർ. അപ്പം അതായത്
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എന്താണ് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ ഒരു സൃഷ്ടി ഉണ്ടാക്കിയത് എന്നുള്ള ആ ഒരു കഠിനാധ്വാനമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയും അതെന്താണ് ഒരു ഇറ്റ് ഈസ് സോ പെയിൻഫുൾ. ഇറ്റ് ഇസ് നോട്ട് എൻ ഹാപ്പി മെമ്മറി ബട്ട് ഇറ്റ് ഇസ് വെരി painful thing that comes into his mind. The stones that are used by the stonemasons, എന്താ സംഭവിക്കുന്നത്, what happens to that is they infuse new life into others, or the stonemasons, അതായത് it is not the sculptures or any kind of shapes that they erect, പക്ഷേ എന്താണ് ഔട്ട് ഓഫ് ദീസ് സ്റ്റോൺസ് എന്തുകൂടി സംഭവിക്കുന്നുണ്ട്, നമുക്കിപ്പം ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസൃതമായിട്ടുള്ള ഒരു വീട് പണിയാനും ഒക്കെ, അതായത് വലിയൊരു പാറക്കല്ലിനെ അതിനുതകുന്ന രീതിയിൽ കൊത്തിയെടുക്കുന്നതൊക്കെ ആര് തന്നെയാണ്, ഈ സ്റ്റോൺ മേസൺസ് ആണ്. സോ സ്റ്റോൺ മേസൺസ് മിക്സ് ബ്ലഡ് വിത്ത് സ്റ്റോൺസ്. ഐ ക്യാരി എ ലോഡ് ഓഫ് സ്റ്റോൺസ്. സ്റ്റോൺ മേസൺസ് ബിൽഡ് എ സ്റ്റോൺ ഹൗസ്. ഐ ബ്രേക്ക് ഹെഡ്സ് വിത്ത് സ്റ്റോൺസ്. അതാ സമയത്ത് എന്താണ്, സ്റ്റോൺ മേസൺസ് ആർ ഫിക്സിങ് ദ ലൈഫ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ജീവിതം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നസൗധം പണിയാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു, ഈ സ്റ്റോൺ മേസൺസ് സഹായിക്കുന്നു, അല്ലെങ്കിൽ ദേ വർക്ക് ഹാർഡ്. അതായത് ദേ ആർ ഇൻസ്റ്റെഡ് ഓഫ് ഇൻഫ്യൂസിങ് ന്യൂ ലൈഫ് ഇൻ ടു ദെംസെൽസ്, ദേ ആർ സ്റ്റോൺ മേസൺസ് ഹാർഡ് ലേബർ കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്, ദേ ആർ ഫിക്സിങ് ദ ലൈഫ്സ് ഓഫ് അതേഴ്സ്. ആൻഡ് ഈ ഒരു ഹാർഡ് ലേബർ ചെയ്യുന്ന സമയത്ത് അതാണ് ഈ ലൈനിൽ പറയുന്നത്, സ്റ്റോൺ മേസൺസ് മിക്സ് ബ്ലഡ് വിത്ത് സ്റ്റോൺസ്. അതായത് വെൻ വി വർക്ക് സോ ഹാർഡ് വാട്ട് ഹാപ്പൻസ്, വി വിൽ സ്വെറ്റ് അല്ലേ. ആ സ്വെറ്റിന് എന്തായിട്ടാണ് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് സ്വെറ്റ്, ഇറ്റ് ഈസ് ബ്ലഡ് ദാറ്റ് കംസ് ഔട്ട്. വിയർപ്പായിട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ രക്തമാണ് പുറത്തേക്ക് ഒഴുകുന്നതെന്നുള്ളതാണ്. എവറി ഡേ ദിസ് ഗോസ് ഓൺ. അതാണ് ഐ ക്യാരി എ ലോഡ് ഓഫ് സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. എവറി ഡേ this activity goes on every day. They live in utter poverty. അതായത് even though they are building or they are fixing the dreams of other people, this stone mason's life എന്ന് പറയുന്നത് എങ്ങനെയാണ്, they are living in utter poverty. He only have these stones as solace, but ഹാവ് നോ സൊലേസ്. അതായത് ഒരു സമാധാനവും ഒരു പക്ഷേ ഒരാശ്വാസം, ഒരു ജോലി ഉണ്ടെന്നുള്ള രീതിയിലുള്ളൊരു ആശ്വാസം അവർക്കുണ്ടെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ ദേ ഡു നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സൊലേസ് എന്നാണ് പറയുന്നത്. അതായത് അതിലും എന്താണ് ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ബിക്കോസ് ദി സ്റ്റോൺസ് ബ്രേക്ക് ദിസ് ഹെഡ്. എന്താണ് അത്, ഈ സ്റ്റോൺസ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തല തന്നെ തല്ലിപ്പൊളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടു ചെന്നെത്തുന്നത്. ദ ഹാർഡ് ലേബർ ഹി ഹാസ് ടു പുട്ട് ഇൻ. അതാണ് ഈ ത്രൂ ദിസ് പോയിന്റ് ദ പോയിറ്റ് ഇസ് ട്രൈങ് ടു സ്പീക്ക് ദ ഹൗ ഹാർഡ് ഹി ഹാസ് ടു വർക്ക്, ഓർ ദ പോവർട്ടി, ഔട്ട് ഓഫ് ദ പോവർട്ടി, the agony that he undergoes in breaking up these stones are much greater than the way the stones used. അതായത് ഒരു എത്രമാത്രം ഹാർഡ് ലേബർ അവർ എടുക്കുന്നുണ്ടോ അതിനേക്കാളും വലിയൊരു ഫ്രസ്ട്രേഷൻ, അത്രയും ഒരു ഡിസ്കംഫർട്ടാണ്, അതിലൂടെയാണ് ഈ സ്റ്റോൺ മേസൺസ് എല്ലാവരും കടന്നു പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The way the stones are used when they are actually broken down and sent to the different places, nobody recognizes what the hard work of the stone masons. Nobody seems to understand the suffering of the സ്റ്റോൺ മേസൺസ്. ആരും തന്നെ എന്താണ് ഇവരുടെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന് പിന്നിൽ എന്നൊന്നും ആരും ചിന്തിക്കില്ല. ബട്ട് ഇൻസ്റ്റെഡ് വി ഗോസ് ഓൺ ബാർഗെയിനിങ് അല്ലേ. എന്തെങ്കിലും ഒരു മനോഹരമായൊരു സൃഷ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമാക്കണം തോന്നും. പക്ഷേ അതിന് പറയുന്നൊരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കൊടുക്കാൻ നമ്മൾക്ക് മടിയാവും. ഇൻസ്റ്റെഡ് എന്താണ് എത്രമാത്രം കുറയും അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സീംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സഫറിങ് ദീസ് എന്താണ് nobody seems to understand the sufferings that the stone masons undergo. Their work is ultimately unrewarding. ഒരു രീതിയിലുള്ള ഒരു പണമായിട്ട് ഒന്നും ആരും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ബട്ട് ഇൻസ്റ്റെഡ് എന്താണ് അല്ലെങ്കിൽ ഒരു പ്രശംസയോ ഒരു നല്ല വാക്കോ ഒന്നും അവർക്ക് എവിടുന്നും ലഭിക്കുന്നില്ല. ദേ ഗെറ്റ് ഓൺലി എ ഡേയ്സ് ലേബർ. ഒരു ദിവസം ജോലി ചെയ്താൽ ആ ദിവസത്തെ കൂലി ലഭിക്കുക എന്നല്ലാതെ അതും എന്താണ് വളരെ ചുരുങ്ങിയൊരു പൈസ കൊടുക്കുക എന്നല്ലേ. അത്
അവരെ കൊണ്ട് എത്രമാത്രം ചെയ്യിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യിക്കുക, എന്നിട്ട് വളരെ കുറഞ്ഞ തുച്ഛമായ വരുമാനം നൽകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. While these stones are used by others to build shapes, എന്താണ് മറ്റുള്ളവർ അതിൽ നിന്ന് അവർക്ക് ആവശ്യമായതെല്ലാം അവർ ഷോ പീസസ് ആയിട്ടും അവരുടെ സ്വപ്ന സൗധമൊക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് വാട്ട് റിമെയിൻസ് ഇസ് നത്തിങ്. എന്താണ് ദ ബെനിഫിറ്റ് ദാറ്റ് ദ സ്റ്റോൺ മേസസ് ഗെറ്റ്സ് ഔട്ട് ഓഫ് ദിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് എന്നാണ് പോയിറ്റ് പറയുന്നത്. അതായത് ഇതിൽ സ്റ്റോൺ മേസൺസിൻ്റെ ലൈഫ് എന്താണ് റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്നില്ല. ദ പോയിറ്റ് ഡസൻറ്റ് വോണ്ട് ടു റൊമാൻറ്റിസൈസ് ദ ലൈഫ് ഓഫ് ദി സ്റ്റോൺ മേസൺസ്. പക്ഷേ ഫസ്റ്റ് ലൈൻ ഓഫ് എവറി സ്റ്റാൻസ ടോക്സ് ഓഫ് ദ ഡ്രീംസ്, ദ സ്റ്റോൺ മേസൺസിൻ്റെ ഡ്രീംസ് ടു ഡ്രീംസ്, സ്റ്റോൺസ് ഫ്ലവേഴ്സ്, ഇൻസെമിനേറ്റ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്, ലൈഫിനെ കുറിച്ചിട്ട് ഒരു പ്രതീക്ഷയെക്കുറിച്ചിട്ട് അതാണ് പറയുന്നതെങ്കിൽ പോലും അങ്ങനെയാണ് സ്റ്റോൺ മേസൺസിൻ്റെ ഒരു പക്ഷേ നമുക്കിതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് നേച്ചറിനെ കുറിച്ചിട്ടും എന്താണ് ഡ്രീംസ് ടു ഡ്രീം, സ്റ്റോൺസ് ഫ്ലവേഴ്സ് നല്ല രീതിയിലുള്ള സൃഷ്ടി, ഇൻസെമിനേറ്റ് അതായത് ന്യൂ ലൈഫ് കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ നമുക്കതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് പിന്നീടുള്ള ലൈൻസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഫ്യൂമിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈൻസാണ്. ദാറ്റ് ഈസ് പ്രസൻറ്റഡ് ആൻഡ് ഹെൻസ് ദ ഐറണി ഓഫ് ദ സ്റ്റോൺ മേസൺസ് ലൈഫ് ഇസ് ദാറ്റ് ഇസ് പ്രസൻറ്റഡ്. ഐറണി എന്ന് പറഞ്ഞാൽ വൈൽ ഹി സപ്ലൈസ് സ്റ്റോൺസ്, പ്രൊവൈഡ് സ്റ്റോൺസ് their houses, he himself does not have a house to live in എന്നുള്ളതാണ് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് വേണേൽ പറയാൻ സാധിക്കുക. ഹി ഈസ് നോട്ട് ഏബിൾ ടു ഫുൾഫിൽ എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് ഇൻ ഹിസ് ലൈഫ്. ദ പോയം ഇസ് റെപ്ലീറ്റ് വിത്ത് വയലൻറ്റ് ഇമേജസ് എന്ന് നമുക്ക് പറയാം. ആ വയലൻറ്റ് ഇമേജസ് ആണ് സെറ്റ് എ മാച്ച് ടു ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. ബ്ലഡീഡ് റംപ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റാൻസയിലെ ബ്ലഡീഡ് റംപ് എന്ന് പറയുന്നത്, അതായത് പാർസി രൂപത്തിന് മുൻപിൽ സ്ത്രീകൾ കുമ്പിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പ്രേസ് ദാറ്റ് ഷേപ്പ് എച്ച്ഡ് ഓൺ ദ സ്റ്റോൺ. പക്ഷേ ഇൻസ്റ്റെഡ് എന്താ സംഭവിക്കുന്നത്, ഹീ ഈസ് റിമെമ്പേർഡ് ഓഫ് ദ ബ്ലഡീഡ് റംപ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ആ ഒരു കൂന് പോലെയുള്ള ആ ഒരു സംഭവത്തെയാണ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഹീ ഈസ് റിമൈൻഡ് ഓഫ് ദ ഹാർഡ് ലേബർ ദാറ്റ് ദ ഫാദർ വുഡ് ഹാവ് പുട്ട് ഇൻ ടു മേക്ക് ഇൻ ടു ദിസ് ഷേപ്പ്. അതാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അതൊരു വയലൻ്റ് ഇമേജ് ആയിട്ട് നമുക്ക് പറയാം. ഫാദേഴ്സ് കോബ്സ് എന്ന് പറയുന്നതും ബ്രേക്ക് ഹെഡ്സ് വിത്ത് സ്റ്റോൺസ്, അതായത് സ്റ്റോണിനെ തകർക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ വാട്ട് ദ മാൻ ഇസ് ഡൂയിങ് ഓർ ദ സ്റ്റോൺ മേസൺ ഇസ് ഡൂയിങ് ഇസ് ബ്രേക്കിംഗ് ഹിസ് ഓൺ ഹെഡ്. അത് ആ ലൈൻ്റെ സ്ട്രക്ചർ നോക്കാം. ഐ ബ്രേക്ക് heads with stones instead of making life out of stone. Finally he is so full of agony and frustration, and he says that the work of a stone-mason is unrewarding, and says that he is not able to build shapes out of it. He builds ഷേപ്സ് ഔട്ട് ഓഫ് ഇറ്റ്, പക്ഷേ ഹീ ഈസ് നോട്ട് റിവാർഡഡ് എന്നുള്ളത് ആണ് പറയുന്നത്. സോ ദീസ് ആർ ദ വയലൻറ്റ് ഇമേജസ്. To depict the reality of stonemasons, a powerful indictment of caste-ridden society, whatever policies are moved by the government to uplift the marginalized section, still there are many who suffer and the suffering goes unrecognized. That is what the poet tries to talk through this poem. He's trying to depict the reality of stone masons. അതായത് ഈ ഒരു ലൈഫിലൂടെ സ്റ്റോൺ മേസൺസിൻ്റെ ഇമേജിലൂടെ അദ്ദേഹം കാസ്റ്റ് റിഡൻ സൊസൈറ്റിയുടെ എത്രമാത്രം പോളിസീസൊക്കെ നമ്മളുടെ ഗവൺമെൻറ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈവൻ ദ മാർജിനലൈസ് സെക്ഷൻ റിമെയിൻസ് ദ സെയിം. അവരുടെ സഫറിങ്സ് അല്ലെങ്കിൽ അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും ഒരു റിയൽ ആയിട്ടുള്ളൊരു എഫേർട്ട് ആരുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നുള്ളത്. ദിസ് പോയം ഇസ് എ പ്ലീ ഫോർ സൊസൈറ്റി, ടു ചേഞ്ച് ഫോർ സൊസൈറ്റി
to change, for society to understand. It is not just one person who suffers, one particular caste that are suffering, but there are million nomadic existence. സ്വന്തമായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരുപാട് ഇത്തരത്തിലെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ, ഒരു വ്യക്തിയോ ഒരു കാസ്റ്റോ ഒന്നുമല്ല, ഒരുപാട് വ്യക്തികളുണ്ട്. എ ലൈഫ് വിച്ച് ഇസ് ഡിവോയ്ഡ് ഓഫ് എനി പ്ലഷർ. നമ്മൾ ഒരു പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന സമയത്ത് നൊമാഡിക് എക്സിസ്റ്റൻസ്, ദാറ്റ് ഇസ് ദർ ഇസ് നോ ലൈഫ് ഓഫ് ദെയർ ഓൺ, നോ റിലേറ്റീവ്സ്, നോ കൈൻഡ് ഓഫ് ഷെൽട്ടർ, പെർമനൻറ്റ് ഷെൽട്ടർ. ഓരോ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവർ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ബൈപ്പാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ മറുനാടൻ മലയാളികളൊക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ഓരോ വിഗ്രഹങ്ങളൊക്കെ തീർത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അതൊക്കെ ദേ ഓൾ ബിലോങ് ടു സം കൈൻഡ് ഓഫ് കാസ്റ്റ്. അവരുടെ കുലത്തൊഴിൽ അവർ ചെയ്ത് ജീവിക്കുന്നത്. പക്ഷേ ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ നേരെയുള്ള ആ സൊസൈറ്റിയിൽ അവർക്ക് നല്ലൊരു ജീവിതം ഇല്ലാത്തതിന് കാരണക്കാർ കൂടിയാണ്, നമ്മൾ കൂടിയാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി വൺ പേഴ്സൺ ഹൂ സഫേഴ്സ്. അവർ കുടുംബമായിട്ട്, ചെറിയ കുട്ടികളും ഭാര്യയും കുടുംബമായിട്ടൊക്കെയാണ് അവിടെ ഒരു ഷെഡൊക്കെ കെട്ടി താമസിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ നൊമാഡിക് എക്സിസ്റ്റൻസ് ആണ്. അവരുടെ കുറച്ചു കാലം അവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോകാൻ വേണ്ടി ആവശ്യപ്പെടും. ആ സമയത്ത് അവർക്ക് അവിടെ നിന്ന് പോകാൻ വേണം. ദർ ഇസ് നോ കൈൻഡ് ഓഫ് പ്ലഷർ ദാറ്റ് ദേ എൻജോയ് ഇൻ ദെയർ ലൈഫ്. സോ ദ മെസ്സേജ് ദാറ്റ് ദ പോയറ്റ് ട്രൈസ് ടു speak through this poem is it is important to realize other people's feelings too. It is not a person, it is not only your feelings that matters, but also the feelings of other people as well എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. ഓക്കെ.